ഹലോ ഗായ്സ്, എല്ലാവർക്കും ആദ്യമേ ARP വ്ളോഗ്സിൻ്റെ വക ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാതെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പുൽക്കൂടൊക്കെ വെച്ചായിരുന്നു, നമ്മളും പുൽക്കൂട് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് രാവിലെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന പാരച്യൂട്ടിൻ്റെ എയർ ഓയിൽ വന്നിട്ട്. പിന്നെ ഞാനൊരു ഫേസിലൊരു മാസ്കും കൂടെ ഇടുന്നുണ്ട്. ഇത് ആയുർവേദത്തിൻ്റെ ഒരു പൊടിയാണ് കേട്ടോ. ആർക്കും വേണമെങ്കിലും ഇടാം, ഇന്ന സ്കിൻ ടൈപ്പ് ഒന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇടാം. ഇത് നല്ലൊരു ആയുർവേദത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു ഫേസ് മാസ്ക് വന്നിട്ട്. അപ്പോൾ എനിക്ക് കുളിച്ചിട്ടൊക്കെ കാണാം. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസിൻ്റെ തീമിൽ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പുൽക്കൂടിൽ രാവിലെ തന്നെ ഒന്ന് മെഴുതിരി കത്തിക്കുകയാണ്. അങ്ങനെ പുൽക്കൂടിലൊക്കെ മെഴുതിരി കത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ കരുതി ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ഓറഞ്ചിനെ കട്ട് ചെയ്ത് ഇതുപോലെ ജാറിലിട്ട് അടിച്ചടിക്കുകയാണ് കേട്ടോ. ഈ ജാറിലാവുമ്പോൾ നമുക്ക് അരിച്ചൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ ഫിൽറ്ററുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസായിട്ട് തന്നെ ഇതുവഴി നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് വലിയ കഷ്ടപ്പാടില്ല. അങ്ങനെ എൻ്റെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് അടിക്കുന്നതിൻ്റെ എക്സ്പെർട്ട് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇന്നത് എൻ്റെ ജോലിയാണ്. പിന്നെ ഈ തേങ്ങയുടെ അകത്തിരിക്കുന്ന കുരുപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചിലവർക്ക് ഇഷ്ടമില്ല, അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഒരു 1:45 ആയപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലഞ്ച് വന്നിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കഴിച്ചിട്ട് കാണാം. പിന്നെ ഞാൻ കുറച്ച് നേരം ബാലരമ വായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ സ്ഥിരം വായിക്കുന്ന ഒന്നായിരുന്നു ബാലരമ. ഇപ്പോൾ തൊട്ട് ആ ശീലം പിന്നെയും തുടങ്ങി. പക്ഷേ പണ്ടത്തെ ബാലരമയുടെ അത്ര ഒരു രസമൊന്നും ഇപ്പോഴത്തെ ബാലരമയ്ക്ക് ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ എനിക്ക് കുറച്ച് കരിക്ക് വെള്ളവും കരിക്കൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിളക്ക് കത്തിക്കുള്ള ടൈമായി വരുന്നുണ്ട്. അതിന് മുമ്പേ നമ്മളിങ്ങനെ പോക്കും കേട്ടോ. വീട്ടിനകത്തൊക്കെ ഇങ്ങനെ പോഹയൊക്കെ കാണിച്ചിട്ട് കുമ്മഞ്ചാൻ ഇട്ടാൽ പോയിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മണമാണ്. എന്നിട്ട് പുറത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ പോയി വിളക്ക് കത്തിച്ചു. വിളക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ പുൽക്കൂട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അങ്ങനെ പുൽക്കൂടിലും ഞാൻ മെഴുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാത്രി ടൈമിൽ കാണാനാണ് കുറച്ചും കൂടെ ഭംഗി, കാരണം ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ. തീരെ ഇരുട്ടുന്ന ടൈമിലല്ല ഞാൻ വീഡിയോ എടുത്തത്, എന്നാൽ നിങ്ങൾക്ക് ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ഇത് ഒരുവിധം ഇരുട്ടി വരുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും പുൽക്കൂടിനകത്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളെ വീട്ടിലെ സ്റ്റാർ കേട്ടോ. ഇത് ഡിസംബർ തുടങ്ങിയപ്പോഴേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പപ്പ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ്. നമ്മൾ കുഞ്ഞിലെ പപ്പ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് മസാല ദോശ ഒത്തിരി ഇഷ്ടമായിട്ട് പപ്പ മസാല ദോശ ആയിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അൻവിക്കുട്ടിക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പോയി. കഴിഞ്ഞ കൊല്ലം ഞാൻ അവൾക്ക് ക്രിസ്മസിന് ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കൊല്ലം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുക്കാണ്. അപ്പോൾ എൻ്റേതായ രീതിക്ക് അൻവിക്കുട്ടിക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതുപോലെ മുറുക്കൊക്കെ കുറിച്ചുകൊണ്ടിരുന്നു. ആ ടൈമിൽ അമ്മ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെയും കേക്ക് മുറിച്ചില്ല. അമ്മ രാവിലെ മുറിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അമ്മ വരാത്തത് ഞാൻ മുറിച്ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ക്രിസ്മസ് ആയ പ്ലം കേക്കിൻ്റെ ഘോഷയാത്രയാണ് കേട്ടോ. കാരണം എല്ലാവരും പ്ലം കേക്ക് വാങ്ങും. ഇവിടെ ക്രീം കേക്കിനോട് പൊതുവെ ആർക്കും താല്പര്യമില്ല. ശകലമൊക്കെ കഴിക്കുമെന്നല്ലാതെ ഓവറായിട്ട് കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് ഞാൻ മുറിക്കുന്നേക്കാളും ഇതുപോലെ കേക്കൊക്കെ അമ്മയെ കൊണ്ട് മുറിപ്പിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അമ്മ എനിക്ക് കേക്കൊക്കെ മുറിച്ച് തന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗ് വന്നിട്ട്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്ത്. അപ്പോൾ ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരാം. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ARP വ്ളോഗ്സിൻ്റെ വക ഒന്നും കൂടെ മെറി ക്രിസ്മസ്.